ഹലോ, ഇന്ന് നമുക്ക് ഡബ്ലിനിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? ക്രിസ്മസ് ഒക്കെ അല്ലേ, അതിന് കറങ്ങാന്ന് വെച്ച് പോയതാണ്. ക്രിസ്മസ് സമയത്ത് പോയ ട്രിപ്പായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കോസ്മോസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മളൊരു എമൗണ്ട് പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബഫറ്റ് കഴിക്കാം. ബഫറ്റ് എന്ന് പറയുമ്പോൾ എത്ര വേണമെങ്കിലും ഡിഷസ് എത്ര വേണമെങ്കിലും കഴിക്കാം. അങ്ങനെയായിരുന്നു. അവിടെ എല്ലാ രീതിയിലുള്ള ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റാലിയൻ, ചൈനീസ്, ഇന്ത്യൻ, അമേരിക്കൻ, അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. നമ്മളിതിന് മുന്നേ വേറൊരു സ്ഥലത്തെ കോസ്മോസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇവിടെ കയറിയത്. ഇവിടെ സ്ക്വിഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ജപ്പാനീസ് ഡിഷായിട്ടുള്ള സുഷി ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. എല്ലാതൊന്നും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനുള്ള വയറൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ ഇത്തിരിശായിട്ട് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. എന്നും കഴിക്കുന്ന രീതിയിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. അല്ലാത്ത രീതിയിലുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോ ഡിഷസ് ട്രൈ ചെയ്യുമ്പോൾ വേറെ വേറെ പ്ലേറ്റ് എടുത്തിട്ട് അങ്ങനെ കുറേ ഡിഷസ് ട്രൈ ചെയ്തു. ഇവിടെ കോക്ക് കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആട്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കുടിക്കാം. ഇത് ഡെസേർട്ടിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഐസ്ക്രീംസ്, ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട്സ്, അങ്ങനെ കോണ് ഐസ്ക്രീം ഇല്ലേ, അതൊക്കെ എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കുന്നതുണ്ടായിരുന്നു. ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറേ കഴിച്ചു. കേക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കേക്കൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് ലാസ്റ്റ് മൊത്തത്തിലൊരു മട്ടിപ്പായി. ഇവിടുത്തെ തിരക്ക് നോക്കി, ഇതൊക്കെ ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള ആൾക്കാരായിരിക്കും എല്ലാം അല്ലേ. ഇതൊരു ഷോപ്പിംഗ് മാളാണ്. ചിലപ്പോൾ അതില്ലെങ്കിൽ മൊത്തത്തിലുള്ള ആൾക്കാരായിരിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റെസ്റ്റോറൻറ്റിൽ ക്രിസ്മസ് ആ സമയമായതുകൊണ്ട് തന്നെ പുറത്തായാലും നല്ല രസമുണ്ടായിരുന്നു. കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളും ക്രിസ്മസ് ട്രീയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് അടുത്തതെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വെച്ചു. അവിടെ എത്തിയിട്ടോ. അവിടെ വലിയ ഒരു ഭയങ്കര സൂപ്പർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കുറേ ഷോപ്സ്, അതൊക്കെ തന്നെയാണ് പ്രധാനം ഉണ്ടായിരുന്നത്. ഷോപ്സിൽ കുറച്ച് ക്രിസ്മസിൻ്റെ ഐറ്റംസ്, പിന്നെ അല്ലറ ചില്ലറ കുഞ്ഞു ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങുന്നില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബബിൾസ് പോണ സംഭവം കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് കണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞു സാധനങ്ങൾ വരുന്ന ബബിളല്ലേ, ഇത് വലിയ ബബിളായിരുന്നു. അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ മാത്രം അവിടെ വേർത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒന്നും വാങ്ങാൻ പറ്റിയതൊന്നും. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞി കുറേ ഐറ്റംസും പിന്നെ ഇവിടെ ഏതോ ഗാനമേള നടക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ഹിന്ദിക്കാർ, ഇത് അയർലാൻഡാണോ ഇന്ത്യയാണോ എന്ന് തോന്നിപ്പോയി. കാരണം ഹിന്ദിക്കാർ ഗാനമേള. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കേട്ട് നിന്നുള്ളൂ. കുറേ ആൾക്കാരുണ്ടായിരുന്നുണ്ടോ അത് കാണാനായിട്ട്. അപ്പോഴത്തേനും ലൈറ്റൊക്കെ മങ്ങി തുടങ്ങി. അവർ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്തു. അപ്പോൾ കുറച്ച് നല്ല രസമുണ്ടായിരുന്നു കണ്ടത്. ഇത് എനിക്ക് നമ്മൾ ഉത്സവപ്പറമ്പിൽ ഒക്കെ വാങ്ങിക്കുന്ന ഒരു ഇതുപോലെ തോന്നിയിട്ടോ എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറേ മിഠായികളുടെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റീസ് ഓഫ് ഇവിടുത്തെ ഒരു ജെല്ലി മിഠായി, ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു മിഠായി കേട്ടോ അത്. അതൊക്കെ കണ്ടു. അതൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ നോക്കി നടന്ന് ക്രിസ്മസ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത് കുറേയൊക്കെ ഒന്നും കാണാനില്ലെങ്കിൽ പോലും ആൾക്കാരൊക്കെ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മളൊരു മാളിലേക്ക് വന്നു. മാളിൽ നല്ല ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സ്ഥലത്തൊന്നും വല്ലാണ്ട് മാളുകൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറേ മാളുകളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ എക്സൈറ്റ്മെൻറ്റായി. കുറച്ച് കണ്ടോ കുറേ പാവകൾ. ഇത് നല്ല രസമില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ ഡാൻസ് കളിക്കുന്നത്. അവൾ കൂടാന്ന് വെച്ചാട്ടോ. അവൾ അവിടെ നിന്നിട്ട് അതിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. മാളിലെ അറേഞ്ച്മെൻറ്റ്സ്, മാളിൽ നിന്നൊന്നും പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല. എന്നാലും അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം അങ്ങനെ വിശേഷിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോഴുണ്ടല്ലോ കുറേ ഉപകരണങ്ങളൊക്കെ ഉള്ള ഷോപ്പ്. കയറി നോക്കിയപ്പോൾ ഉപകരണങ്ങളല്ല, ഇതൊക്കെ ചോക്ലേറ്റ് ആണത്ര. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ചോക്ലേറ്റ്? പക്ഷേ അവിടുത്തെ അതിൻ്റെ റേറ്റൊക്കെ ഭയങ്കര വലിയ റേറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇത്ര റേറ്റൊക്കെ ഉണ്ട് അതിന്. ഇതൊക്കെ ചോക്ലേറ്റ് ആണെന്ന് കണ്ടാൽ പറയുമോ? ഞാൻ വെച്ച് എന്തോ വർക്ക്ഷോപ്പുകാരെന്തോ ഇവിടെ എന്തോ സാധനങ്ങൾ നന്നാക്കാനുള്ള ഉപകരണങ്ങളാണെന്നൊക്കെ വിചാരിച്ചാട്ടോ കയറി. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിൽ ചോക്ലേറ്റ് ആണെന്നത്. ഇതിൻ്റെ മാളിൻ്റെ പുറത്തായിട്ടത് ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.